ഓം ശ്രീ മഹാദേവ്യൈ നമഃ. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് 51ാമത്തെ പഠനഭാഗമാണ് നാം മനസ്സിലാക്കാൻ പോകുന്നത്. 606 വരെയുള്ള നാമങ്ങളുടെ അർത്ഥവും വിശദമായ വ്യാഖ്യാനവും നാം മനസ്സിലാക്കി. ഇന്ന് 607 മുതൽ 614 വരെയുള്ള നാമങ്ങൾ നോക്കാം. നാമം 607 ദേവേശി. ഓം ദേവേശ്യൈ നമഃ. ദേവ അധികം ഈശി എന്ന് പദം പിരിക്കാം. ബ്രഹ്മവിഷ്ണുവാദികളായ സകല ദേവന്മാർക്കും ഈശിയായി, അതായത് ഈശ്വരിയായി ഉള്ളവൾ. ഈശ്വരി എന്ന നാമത്തിന് നിയന്ത്രിക്കുന്നവൾ എന്നാണ് അർത്ഥം. ദേവേശൻ്റെ പത്നി എന്നും വ്യാഖ്യാനമുണ്ട്. ദേവേശൻ എന്നാൽ ശിവൻ എന്നാണ് അർത്ഥം. ദേവേശൻ എന്ന പദം പരമശിവനെ കൂടാതെ ബ്രഹ്മാവ്, വിഷ്ണു, ഇന്ദ്രൻ എന്നീ 4 മൂർത്തികളെയും കുറിക്കുന്നു. പരമശിവനെ കൂടാതെ 3 മൂർത്തികളെയും കുറിക്കുന്നു. അപ്പോൾ ദേവേശി എന്നാൽ പാർവതി, സരസ്വതി, മഹാലക്ഷ്മി, ശചീദേവി എന്നിവരുടെ രൂപമെടുത്ത മഹാദേവിയാണ്. നാമം 608 ദണ്ഡനീതിസ്ഥ. ഓം ദണ്ഡനീതിസ്ഥായൈ നമഃ. ദണ്ഡനീതിയിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം. ദണ്ഡനീതി നീതിശാസ്ത്രത്തിൻ്റെ മുഖ്യ വിഭാഗമാണ്. ദണ്ഡനീതിക്ക് 3 വിഭാഗങ്ങളുണ്ട്. കുറ്റങ്ങൾക്ക് ശിക്ഷ വിധിക്കുന്ന രാജ്യഭരണാധിഷ്ഠിതമായ നിയമങ്ങളാണ് ഇതിലുള്ളത്. ഒന്നാമതായി കുറ്റാന്വേഷണം നടത്തി സത്യം കണ്ടുപിടിക്കുക, പിന്നെ നിയമാവലി പരിശോധിക്കുക, ശിക്ഷയെക്കുറിച്ച് പണ്ഡിതന്മാരുമായി ചർച്ച ചെയ്യുക എന്നീ 3 വിഭാഗങ്ങളാണ് ദണ്ഡനീതിക്കുള്ളത്. ദണ്ഡനീതിയിൽ ആജ്ഞാരൂപിണിയായി ദേവി നിലകൊള്ളുന്നു. ദണ്ഡനീതി ദേവിയുടെ ആജ്ഞ തന്നെയാണെന്ന് ദേവഗുരുവായ ബൃഹസ്പതി, കൗടില്യൻ തുടങ്ങിയ ജ്ഞാനികൾ സ്ഥാപിച്ചിട്ടുണ്ട്. നാം കാണുന്ന ലോകത്ത് കുറ്റവാളി രക്ഷപ്പെടുന്നതും കുറ്റം ചെയ്യാത്തവൻ ശിക്ഷ അനുഭവിക്കുന്നതും കാണാറുണ്ട്. അത് കുറ്റം കണ്ടുപിടിക്കേണ്ട ചുമതലപ്പെട്ടവർക്ക് പറ്റുന്ന തെറ്റുകൊണ്ടാണ്. എന്നാൽ ഒരിക്കലും ഒരു തെറ്റും പറ്റാത്ത സനാതനമായ ഒരു ദണ്ഡനീതി ഈ പ്രപഞ്ചത്തിൽ പ്രവർത്തിക്കുന്നു. അത് ദേവിയാൽ തീരുമാനിക്കപ്പെട്ടതാകയാൽ നല്ല കർമ്മങ്ങൾക്ക് നല്ല ഫലങ്ങളും തെറ്റുകൾക്ക് ശിക്ഷയും നൽകപ്പെടുന്നു. ദേവി പുരാണത്തിൽ ദണ്ഡനീതിയുടെ രൂപത്തോടു കൂടിയവളാണ് ദേവി എന്ന് പറയുന്നു. നയാനയ ഗതാൻ ലോകാൻ അവികൽപേ നിയോജനാത് ദണ്ഡനാത് ദമനാത് വാപി ദണ്ഡനീതിരിതി സ്മൃത. ശ്രീമദ് ഭഗവത്ഗീതയിൽ വിഭൂതിയോഗമെന്ന 10ാം അധ്യായത്തിൽ 38ാം ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, ദണ്ഡോ ദമയതാമസ്മി നീതിരസ്മി ജിഗീഷതാം മൗനം ചൈവാസ്മി ഗുഹ്യാനാം ജ്ഞാനം ജ്ഞാനവതാമഹം. ദുഷ്ടന്മാരെ ശിക്ഷിക്കുന്നവരുടെ ദണ്ഡനം എന്ന ക്രിയയും ജയിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ ധർമ്മമാർഗവും രഹസ്യങ്ങളിലെ മൗനവും ജ്ഞാനികളിലെ ജ്ഞാനവും ഞാൻ തന്നെയാണ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ദണ്ഡ്യന്മാരെ ദണ്ഡിപ്പിച്ച് കണിശമായ ശാസനയിൽ നിർത്തുന്ന രാജനീതിയിൽ സ്ഥിതി ചെയ്യുന്നവളാണ് ദേവി എന്നർത്ഥം. നാമം 609 ദഹരാകാശരൂപിണി. ഓം ദഹരാകാശരൂപിണ്യൈ നമഃ. ദഹര അധികം ആകാശ അധികം രൂപിണി എന്ന് പദം പിരിക്കാം. ദഹരമെന്നാൽ ഹൃദയം, ദഹരാകാശം എന്നാൽ ഹൃദയ കുഹരസ്ഥമായ അല്പാകാശം, അതായത് സൂക്ഷ്മമായ ഹൃദയാകാശം, ഹൃദയാന്തരത്തിലെ ആകാശം. ആ അല്പാകാശം ദേവീരൂപമാകയാൽ ദഹരാകാശരൂപിണി എന്ന് നാമം, അതായത് സൂക്ഷ്മമായ ആകാശത്തിൻ്റെ രൂപത്തിൽ ഹൃദയങ്ങളിൽ വസിക്കുന്നവൾ. ദഹരാകാശമെന്നാൽ ബ്രഹ്മമാണെന്ന് ഉപനിഷത്ത് പറയുന്നു.
അഥ യഥാസ്മിൻ ബ്രഹ്മ പുരധാഹരം പുണ്ടരീകം വച്മാ ദഹരോസ്മിൻ അന്തരാഗസ്തസ്മിൻ യദന്തസ്തദന്വേഷ്ടവ്യം. ഛാന്തോഗ്യോപനിഷത്തിലാണ് ഇക്കാര്യം പറയുന്നത്. ഈ ഹൃദയാകാശം ബ്രഹ്മം തന്നെയാണ്. ഉപനിഷത്തുകളിൽ ദഹരവിദ്യ മുക്തി സാധനമായി പ്രതിപാദിക്കുന്നുണ്ട്. ഹൃദയത്തിലെ അല്പാകാശവും സർവവ്യാപ്തമായ ചിതാകാശവും തമ്മിൽ തത്വത്തിൽ വ്യത്യാസമില്ല. ഹൃദയത്തിൽ വസിക്കുന്ന ദേവിയെ അറിയാനുള്ള അന്തർമുഖത്വമുണ്ടായാൽ ചിതാകാശരൂപിണിയായ ദേവിയെ സാക്ഷാത്കരിക്കാൻ കഴിയുമെന്ന് വ്യാഖ്യാതാക്കൾ പറയുന്നു. നാമം 610. പ്രതിപൻ മുഖ്യരാഗാന്ത തിഥിമണ്ഡല പൂജിത. ഓം പ്രതിപൻ മുഖ്യരാഗാന്ത തിഥിമണ്ഡല പൂജിതായൈ നമഃ. പദം പിരിക്കാം. പ്രതിപദ് അധികം മുഖ്യ അധികം രാഗ അധികം അന്ത അധികം തിഥിമണ്ഡല അധികം പൂജിത എന്ന് പദം പിരിക്കാം. പ്രതിപദം എന്നാൽ പ്രഥമ, മുഖ്യ എന്നാൽ തുടങ്ങി അഥവാ ആരംഭിച്ച്, രാഗ എന്നാൽ പൗർണമി അതായത് വെളുത്തവാവ്, അന്ത തിഥിമണ്ഡല എന്ന് പറഞ്ഞാൽ തിഥികളുടെ പരമ്പരയിൽ, പൂജിത എന്നാൽ പൂജിക്കപ്പെടുന്നവൾ. പ്രഥമ മുതൽ പൗർണമി വരെയുള്ള ശുക്ലപക്ഷത്തിലെ ഓരോ തിഥിയിലും വ്യത്യസ്തങ്ങളായ വിധികളനുസരിച്ച് ദേവിയെ ആരാധിക്കുന്നു. ആ വിധിപ്രകാരം പൂജിക്കപ്പെടുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം. പ്രതിപദം മുതൽ ഓരോ തിഥിയിലും ദേവിയെ ഓരോ നാമത്തിൽ പൂജിക്കണമെന്ന് തന്ത്രങ്ങളിൽ പറയുന്നു. 15 തിഥികളുടെ അധിദേവതകളായ നിത്യാദേവതകളാൽ പൂജിക്കപ്പെടുന്നവൾ എന്നും അർത്ഥം. താഴെ പറയുന്നവരാണ് ഈ ദേവതമാർ. പ്രഥമ കാമേശ്വരി, ദ്വിതീയ ഭഗമാലിനി, തൃതീയ നിത്യക്ലിന്ന, ചതുർത്ഥി ഭേരുണ്ട, പഞ്ചമി വന്യവാസിനി, ഷഷ്ടി വജ്രേശ്വരി, സപ്തമി ശിവദൂതി, അഷ്ടമി ത്വരിത, നവമി കുലസുന്ദരി, ദശമി നിത്യ, ഏകാദശി നീലപതാക, ദ്വാദശി വിജയ, ത്രയോദശി സർവമംഗള, ചതുർദശി ജ്വാലാമാലിനി, പൗർണമി ചിത്ര. നിത്യാദേവിമാർ ലളിതാദേവിയെയും ചേർത്ത് 16 പേരാണ്. ആദ്യായ ലളിതായാഹ സുര്യന്യ പഞ്ചദശാംഗക ലളിതാംഗിത്വരൂപേണ സർവാസാമാത്മവിഗ്രഹ. തന്ത്രരാജത്തിലെ ഈ വരികൾ നിത്യാദേവിമാർ ലളിതാദേവിയുടെ തന്നെ അംഗങ്ങളാണെന്ന് സിദ്ധിക്കുന്നു. ചന്ദ്രകലാസ്വരൂപകളായി നിലകൊള്ളുന്ന നിത്യാദേവിമാരാൽ പൂജിക്കപ്പെടുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം. നാമം 611. കലാത്മിക. ഓം കലാത്മികായൈ നമഃ. കല അധികം ആത്മിക എന്ന് പദം പിരിക്കാം. ആത്മിക എന്നാൽ സ്വരൂപിണി എന്നാണ് അർത്ഥം. സ്വരൂപമായവൾ. അപ്പോൾ കലയുടെ സ്വരൂപമായവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം. കല എന്ന പദത്തിന് അംശമെന്നും അർത്ഥമുണ്ട്. എല്ലാ കലകളുടെയും രൂപത്തിലുള്ളവളാണ് ദേവി. ദേവി ചൈതന്യത്തിൻ്റെ ഒരു അംശം മാത്രമാണ് ഓരോ കലയും. കല എന്ന പദത്തെക്കുറിച്ച് പലതരത്തിൽ വ്യാഖ്യാനിച്ചു കാണുന്നു. സംഗീതം, സാഹിത്യം തുടങ്ങി 64 കലകളുണ്ട്. ഇതുകൂടാതെ തേജോമണ്ഡല കലകളായ അഗ്നിയുടെ കലകൾ 10, ആദിത്യൻ്റെ കലകൾ 12, ചന്ദ്രൻ്റെ കലകൾ 16 എന്നിവയും ബ്രഹ്മമണ്ഡല കലകളായ ബ്രഹ്മകല 10, വിഷ്ണുകല 10, രുദ്രകല 10, ഈശ്വരൻ്റെ കല 4, സദാശിവൻ്റെ കല 16 എന്നീ 50 കലകളും ഉണ്ട്. ഈ കലകളായി വർത്തിക്കുന്നത് ദേവീ ചൈതന്യമാണ്.
ജാഗ്രത് എന്ന അവസ്ഥയ്ക്ക് ഉൽപ്പത്തി, ജാഗരം, ബോധം, വ്യാവൃത്തി എന്ന് 4 കലകളുണ്ടെന്നും വ്യാഖ്യാനമുണ്ട്. സുഷുപ്തിക്ക് മരണം, വിസ്മൃതി, മൂർച്ച, നിദ്ര എന്നീ 4 കലകളുണ്ട്. സ്വപ്നാവസ്ഥയ്ക്ക് അഭിലാഷം, ഭ്രമം, ചിന്ത, സ്മൃതി എന്ന 4 കലകളുണ്ട്. ശിവശക്തി രൂപങ്ങളായ അവ ത്രിപുരാത്മികയായ ദേവി തന്നെയാണ്. വൈരാഗ്യം ച മുമുക്ഷുത്വം സമാധി വിമലം മനഃ സദസത് വസ്തു നിർദ്ധാര തുര്യാവസ്ഥ കലായിമ എന്ന പ്രമാണമനുസരിച്ച് തുരീയ കലകൾ വൈരാഗ്യം, മുമുക്ഷുത്വം, സമാധി, സദസത് വസ്തു നിർദ്ധാരം എന്ന 4 കലകളാണ് തുരീയാവസ്ഥയ്ക്കുള്ളത്. ഇവയെല്ലാം ദേവീരൂപമാകുന്നതിനാൽ ദേവിക്ക് കലാത്മിക എന്ന് നാമമുള്ളതായി വ്യാഖ്യാനം. ജാഗ്രത് അവസ്ഥയിലെ കല ശക്തിയെയും സ്വപ്നാവസ്ഥയിലേത് ശിവശക്തിയെയും സുഷുപ്തി എന്ന അവസ്ഥയിലെ കല പരമശിവനെയും കുറിക്കുന്നുവെന്നും വ്യാഖ്യാനം കാണുന്നു. ഇവയിലെല്ലാം ശ്രീദേവിയുടെ ചൈതന്യമുണ്ട് എന്നും വ്യാഖ്യാനമുണ്ട്. ദൂതീയാഗ പ്രകരണത്തിൽ 16 കാമകലകൾ പറയുന്നുണ്ട്. മേൽപ്പറഞ്ഞ എല്ലാ കലകളും ദേവിയുടെ ആത്മാവാണെന്നും വ്യാഖ്യാനിച്ച് കാണുന്നു. ഇനി നാമം 612 കലാനാഥ. ഓം കലാനാഥായൈ നമഃ. കലാ അധികം നാഥ, കലകൾക്ക് നാഥയായവൾ. മുൻ നാമങ്ങളിൽ പറഞ്ഞ എല്ലാ കലകൾക്കും നാഥയായവൾ, അതായത് ശ്രീചക്രരൂപമായ ചന്ദ്രമണ്ഡലത്തിൻ്റെ നാഥയായവൾ. ലോകമാതാവായ ലളിതാംബികയുടെ വിഭൂതികളുടെ സ്പർശമുണ്ടാകുമ്പോൾ ആഹ്ലാദവും കലാംശത്തിൻ്റെ ഗുണവും സിദ്ധിക്കുന്നു. കലാനാഥയായ ദേവിയുടെ അംശങ്ങളാണ് കലകൾ, അംശി ദേവിയും. നാമം 613 കാവ്യാലാപ വിനോദിനി. ഓം കാവ്യാലാപ വിനോദിന്യൈ നമഃ. കാവ്യ അധികം ആലാപ അധികം വിനോദിനി എന്ന് പദം പിരിക്കാം. കാവ്യങ്ങളുടെ ആലാപനം കൊണ്ട് വിനോദിക്കുന്നവൾ. പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ, രൂപകങ്ങൾ, ശ്ലോകങ്ങൾ തുടങ്ങിയവയുടെയും ആലാപനം കേൾക്കാനും അവയെ ആലപിക്കാനും ദേവിക്ക് താൽപ്പര്യമുണ്ടെന്ന് ഈ നാമം വ്യക്തമാക്കുന്നു. ദേവി കാവ്യതത്പരയാണെന്നും അവ ആലപിച്ചുകൊണ്ട് വിനോദിക്കുന്നവളാണെന്നും ഈ നാമം സൂചിപ്പിക്കുന്നുവെന്ന് വ്യാഖ്യാനം കാണുന്നു. ഇനി നാമം 614 സചാമര രമാവാണി സവ്യദക്ഷിണ സേവിത. ഓം സചാമര രമാവാണി സവ്യദക്ഷിണ സേവിതായൈ നമഃ. സചാമര എന്നാൽ ചാമരങ്ങളോടുകൂടി എന്നാണ് അർത്ഥം. രമ ലക്ഷ്മീദേവിയാണ്, വാണി സരസ്വതിയും. സവ്യ എന്നാൽ ഇടത്തുഭാഗം, ദക്ഷിണ എന്നാൽ വലതുഭാഗം, ചാമരം എന്നാൽ വിശറി. ലളിതാംബികയെ ചാമരങ്ങൾ വീശിക്കൊണ്ട് രമയും വാണിയും, അതായത് ലക്ഷ്മീദേവിയും സരസ്വതീദേവിയും ഇടതുഭാഗത്തും വലതുഭാഗത്തും നിന്ന് സേവിക്കുന്നു എന്നാണ് നാമത്തിൻ്റെ അർത്ഥം. രമവാണിമാർ ദേവിയുടെ ചാമരധാരികളാണെന്ന് പ്രസിദ്ധം. ആരുടെ വലതുവശത്ത് വിദ്യയും ജ്ഞാനവും ഇടതുവശത്ത് സമ്പത്തും ഐശ്വര്യങ്ങളും കൽപ്പന കാത്തു നിൽക്കുന്നുവോ അവൾ, അതാണ് ദേവി. ലളിതോപാഖ്യാനത്തിലെ 35-ാം അധ്യായത്തിലെ 66 മുതൽ 74 വരെയുള്ള ശ്ലോകങ്ങളിലെ കഥയാണ് ഈ നാമം കൊണ്ട് സൂചിപ്പിക്കുന്നത്. സേവാർത്ഥം ത്രിപുരാംബായ താസ്താ സർവാ സമാഗതാഃ തയോ കരാഭ്യാമാദായ ചാമരേ ഭാരതീ ശ്രിയൗ ശ്രീദേവീം ഉപസ്ഥാദേ വിജയന്തൗ യഥോചിതം അനർഘരത്നഖചിത കിങ്കിണീ ചിതദോർലതേ. ലളിത പരമേശ്വരി എല്ലാവരുടെയും മുന്നിൽ വച്ച് വലത് കണ്ണുകൊണ്ട് ബ്രഹ്മാവിനെയും ഇടത് കണ്ണുകൊണ്ട് വിഷ്ണു ഭഗവാനെയും
കടാക്ഷിച്ചു. ദേവി നോക്കിയ മാത്രയിൽ സരസ്വതീ ദേവിയും ലക്ഷ്മി ദേവിയും പ്രത്യക്ഷപ്പെട്ടു. അവർ രണ്ടുപേരും കാമാക്ഷി ദേവിയെ സ്തുതിച്ചിട്ട് നമസ്കരിച്ചു. ഗംഗയും യമുനയും ദേവതാരൂപം പൂണ്ട് ദേവിയെ സേവിക്കുന്നതിന് അവിടെ എത്തി. 3.5 കോടി തീർത്ഥദേവതമാരും മഹാദേവിയെ സേവിക്കുന്നതിന് അവിടെ എത്തിച്ചേർന്നു. ഗംഗയുടെയും യമുനയുടെയും കൈകളിൽ നിന്ന് ചാമരങ്ങളെ വാങ്ങി വാണിയും രമയും യഥോചിതം വിലയേറിയ രത്നങ്ങൾ പതിച്ച കങ്കണങ്ങൾ അണിഞ്ഞ കൈകളോടുകൂടി വീശിക്കൊണ്ട് ശ്രീദേവിയെ സേവിച്ചു. ദേവിയുടെ വലതും ഇടതും വശങ്ങളിൽ നിന്നുകൊണ്ട് അവർ ദേവിയെ സേവിച്ചതിനാൽ സചാമര രമാവാണി സവ്യ ദക്ഷിണ സേവിത എന്ന നാമമുണ്ടായി. ശ്രീ ലളിത ത്രിശതി സ്തോത്രത്തിലെ 63-ാമത്തെ നാമം ലക്ഷ്മി വാണി നിഷേവിത എന്നാണ്. ലക്ഷ്മി ദേവിയാലും സരസ്വതീ ദേവിയാലും സേവിക്കപ്പെട്ടവൾ. മേൽ ഉദ്ധരിച്ച കഥ തന്നെയാണ് ഈ നാമത്തിനും ആസ്പദമായിട്ടുള്ളത്. സർവ ഐശ്വര്യങ്ങളുടെയും ശക്തിയായ ലക്ഷ്മി ദേവിയും സർവജ്ഞാനത്തിൻ്റെയും ശക്തിയായ സരസ്വതീ ദേവിയും ലളിതാംബികയെ സേവിക്കുന്നതിനാൽ ഉപാസകന് ഈ 2 ദേവിമാരുടെയും അനുഗ്രഹം സ്വാഭാവികമായി ലഭിക്കും. സൗന്ദര്യലഹരിയിലെ 99-ാമത്തെ ശ്ലോകം സരസ്വത്യ ലക്ഷ്മ്യ വിധിഹരി സപത്നോ വിഹരതേ രതേ പാതിവൃത്യം ശിഥിലയതി രമ്യേണ വപുഷാ ചിരം ജീവന്നേവ ക്ഷപിത പശുപാശവ്യതികര പരാനന്ദാഭിഖ്യം രസയതി രസം ത്വത്ഭജനവാൻ. ഇതിൻ്റെ അർത്ഥം ജഗദംബികയെ നിന്തിരുവടിയെ ഭജിക്കുന്നവൻ ബ്രഹ്മദേവനോടും വിഷ്ണുവിനോടും മത്സരിക്കുന്നവനായി ലക്ഷ്മിയെയും സരസ്വതിയെയും സ്വാധീനത്തിലാക്കി വിഹരിക്കുന്നു. അവൻ ആ ഭക്തൻ മനോഹരമായ ശരീരകാന്തിയാൽ രതീദേവിയുടെ ദൃഢപാതിവൃത്യനിഷ്ഠയെ ദുർബലമാക്കുന്നു. വളരെ കാലം ജീവിച്ച് അവിദ്യയെ നശിപ്പിച്ച് പരാനന്ദം എന്ന രസത്തെ അവൻ ആസ്വദിക്കുന്നു. ശ്രീ ലളിത ത്രിശതി സ്തോത്രത്തിലെ തന്നെ 194-ാമത്തെ നാമം ലഗ്നചാമരഹസ്ത ശ്രീ ശാരദ പരിവീജിത എന്നാണ്. മേലുദ്ധരിച്ച കഥയാണ് ഈ നാമത്തിനും അടിസ്ഥാനം. കയ്യിൽ ചാമരമേന്തിയ ശ്രീദേവിയാലും ശാരദാദേവിയാലും വീശപ്പെടുന്നവൾ എന്നാണ് ഈ നാമത്തിൻ്റെയും അർത്ഥം. ശാരദ എന്നാൽ സരസ്വതീ ദേവി. ഗംഗ യമുന എന്നീ ദേവിമാരിൽ നിന്ന് ചാമരങ്ങൾ വാങ്ങി രത്നകങ്കണങ്ങൾ അണിഞ്ഞ കൈകൾ കൊണ്ട് വീശി നിൽക്കുന്ന മഹാലക്ഷ്മിയാലും സരസ്വതീ ദേവിയാലും സേവിക്കപ്പെടുന്നവൾ എന്നാണ് ഇതിൻ്റെയും അർത്ഥം. 614 വരെയുള്ള നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും നാം മനസ്സിലാക്കി. ഇനി 615 മുതലുള്ള നാമങ്ങൾ നമുക്ക് 21-ാം തീയതി നോക്കാം. ഇത് കേൾക്കാനിടയാകുന്ന എല്ലാവർക്കും ലളിതാംബികയുടെ അനുഗ്രഹമുണ്ടാകട്ടെ. എല്ലാവർക്കും നന്മകൾ നേരുന്നു. നന്ദി. ഓം ശ്രീ മഹാദേവ്യൈ നമഃ.